നമസ്കാരം. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സെനറ്റിന്റെ അധികാരം ആവശ്യമാണെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ട്രംപ് ഭരണകൂടം 25% താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് കുറഞ്ഞത് 500% താരിഫ് ചുമത്താൻ യുഎസിനെ അനുവദിക്കുന്ന റഷ്യ ഉപരോധ ബിൽ സംബന്ധിച്ചാണ് ബെസന്റിന്റെ പരാമർശം. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നടത്തിയ പ്രസ്താവനകൾ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% വരെ തീരുവ ചുമത്താനുള്ള അധികാരം സെനറ്റിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണമെന്ന് ബെസന്റ് തുറന്നു പറഞ്ഞത് അമേരിക്കയുടെ ഏകപക്ഷീയ ഭീഷണി നയത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഈ പ്രസ്താവനകൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ദേശീയ താൽപര്യ സംരക്ഷണ നിലപാടിനെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണുള്ളത്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന സത്യം തന്നെയാണ്. ഇന്ത്യയുടെ ഊർജ്ജ നയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, സാമ്പത്തിക സ്ഥിരത, വ്യവസായ വളർച്ച, ദാരിദ്ര്യ നിവാരണം എന്നിവയെ മുൻനിർത്തിയാണ്. അല്ലാതെ വാഷിംഗ്ടണിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കണക്കിലെടുത്തല്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി പ്രയോജനകരമാണെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ അത്യന്താപേക്ഷിതമാണെന്നും ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. അമേരിക്കയുടെ ഭീഷണിയുടെ ഭാഷ ഇന്ത്യയെ പേടിപ്പിച്ച് വഴിമാറ്റുമെന്ന് കരുതുന്നത് ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെയും ശക്തിയെയും പൂർണ്ണമായും അവഗണിക്കുന്ന നിലപാടാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ബില്ലിന് പച്ചക്കൊടി കാട്ടിയിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് യൂറോപ്പിനെ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ചൈനയെയും അദ്ദേഹം വിമർശിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചൈനയ്ക്ക് മേൽ 500% വരെ തീരുവ ചുമത്താൻ US വളരെ കാലമായി പദ്ധതിയിടുന്നു. നേരത്തെ ബില്ലിന്റെ വിശദാംശങ്ങൾ പരസ്യമാക്കിയ US സെനറ്റർ ലിൻസെ ഗ്രഹാം നിർദ്ദിഷ്ട നിയമനിർമ്മാണം വഴി ട്രംപ് ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പറഞ്ഞിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചൈനയ്ക്ക് 500% വരെ താരിഫ് ചുമത്താൻ പ്രസിഡന്റ് ട്രംപിന് അധികാരം നൽകാൻ 85 US സെനറ്റർമാർ തയ്യാറാണ് എന്ന് നേരത്തെ ബെസന്റ് പറഞ്ഞിരുന്നു. അതേസമയം യുഎസിന്റെ നിർദ്ദിഷ്ട ബില്ലിനെ കുറിച്ച് ഇന്ത്യക്ക് അറിയുമായിരുന്നുവെന്നും ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. ഊർജ്ജ സ്രോതസ്സുകളുടെ കാര്യത്തിൽ ഇന്ത്യ അതിന്റെ സമീപനം ആവർത്തിക്കുകയും ആഗോള വിപണിയിലെ സാഹചര്യങ്ങളും പരിസ്ഥിതിയും കണക്കിലെടുക്കുന്നുണ്ടെന്ന് നിലനിർത്തുകയും ചെയ്തു. 1.4 ബില്യൺ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയ്ക്ക് ഊർജ്ജം ഉറപ്പാക്കുക എന്ന അനിവാര്യതയാണ് ഇന്ത്യയെ നയിക്കുന്നതെന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കവേ ജയ്സ്വാൾ പറഞ്ഞു. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി തന്നെ ഇതിന് പിന്നിലെ പ്രശ്നമാണ്. അമേരിക്ക ആദ്യം എന്ന മുദ്രാവാക്യത്തിന്റെ പേരിൽ ലോകത്തെ മുഴുവൻ തീരുവ ഭീഷണിയിലൂടെ നിയന്ത്രിക്കാമെന്ന് കരുതുന്ന സമീപനം 21-ാം നൂറ്റാണ്ടിലെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അംഗീകരിക്കപ്പെടില്ല. 500% തീരുവ എന്നത് സാമ്പത്തിക നയമല്ല, അതൊരു സാമ്പത്തിക ആയുധമാണ്. ഈ ആയുധം ഉപയോഗിച്ച് ഇന്ത്യയെ പോലുള്ള വലിയ ജനാധിപത്യ രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാമെന്ന് ട്രംപ് കരുതുന്നുവെങ്കിൽ അത് അദ്ദേഹത്തിന്റെ അഹങ്കാര രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം മാത്രമാണ്. ബെസന്റ് ഉന്നയിച്ച ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിയെന്ന വാദം പോലും അമേരിക്കൻ ഭരണകൂടത്തിന്റെ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായാണ് കാണേണ്ടത്. ഇന്ത്യയുടെ വിദേശ നയം ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നിമിഷ നേരം കൊണ്ട് മാറുന്നതല്ല. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യ ലോകവേദികളിൽ സ്വീകരിച്ച നിലപാടുകൾ, റഷ്യയുമായുള്ള ബന്ധം, അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം, യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാരം എല്ലാം തന്നെ ബാലൻസ്ഡ് ഡിപ്ലോമസിയുടെ ഉദാഹരണങ്ങളാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ളിടത്ത് അമേരിക്കയുമായി സഹകരിക്കും, എന്നാൽ ദേശീയ താൽപര്യങ്ങൾക്കുമേൽ ആരെയും മേയാൻ കയറൂരി വിടുകയുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇന്ത്യ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന സന്ദേശം. ഊർജ്ജ സുരക്ഷ, സാമ്പത്തിക വളർച്ച, സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കൽ ഇവയാണ് സർക്കാരിന്റെ മുൻഗണനകൾ. ട്രംപിന്റെ തീരുവ ഭീഷണികൾ ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തതയിലേക്കും പുതിയ ഊർജ്ജ പങ്കാളികളിലേക്കും നയിക്കുന്നതല്ലാതെ കീഴടങ്ങളിലേക്കല്ല നയിക്കുന്നത്. ട്രംപിന്റെ ഭരണകൂടം തീരുവയും ഉപരോധവും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മോദിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്രതയോടെയും മുന്നേറുകയാണ്. ഇന്ത്യയുടെ വിദേശ നയം വാഷിംഗ്ടണിലെ സെനറ്റിൽ എഴുതപ്പെടുന്നതല്ല, അത് ഇന്ത്യൻ ജനതയുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് രൂപപ്പെടുന്നത്. ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ട്രംപും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും തയ്യാറാകുന്ന ദിവസം മാത്രമേ യഥാർത്ഥ അന്താരാഷ്ട്ര സഹകരണത്തിന് വഴിയൊരുങ്ങുകയുള്ളൂ.